വികാരങ്ങളെ ആസ്പദമാക്കി വിധി നടത്താൻ പറ്റുകയില്ല മിസ്റ്റർ ജോസഫ്. മുന്നിലുള്ള തെളിവുകൾ പരിശോധിച്ച് മുൻവിധി കൂടാതെ തീരുമാനമെടുക്കുകയാണ് കോടതിയുടെ കർത്തവ്യം. ഐ അണ്ടർസ്റ്റാൻഡ് മൈ ലോർഡ്. പക്ഷേ എനിക്ക് പറയാനുള്ളത് മറ്റൊന്നാണ്. കോടതി ഒരു കുറ്റവാളിയെ ശിക്ഷിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? പിന്നീട് ഒരിക്കലും കുറ്റം ചെയ്യാനാവാത്ത വിധം അവന്റെ മനസ്സിനെ മാറ്റിയെടുക്കുക, അല്ലേ? ഓഫ്കോഴ്സ്. ഇന്നത്തെ ശിക്ഷാവിധികൾ കൊണ്ട് ആ ഉദ്ദേശം പൂർണ്ണമായും നിറവേറ്റപ്പെടുന്നുണ്ട്. കുറ്റവാളിയെ കുറെ കാലം ജയിലിൽ അടച്ചതുകൊണ്ട് അവന്റെ മനസ്സ് മാറുന്നുണ്ട്. ഏകാന്തതയിലെ അവഗണിക്കപ്പെട്ട അവന്റെ ജീവിതം കുറ്റവാളിയെ കുറെ കൂടി കഠിനഹൃദയനാക്കുകയല്ലേ എന്ന് ഞാൻ സംശയിക്കുന്നു. ഇന്നത്തെ ശിക്ഷാവിധികൾ നമ്മുടെ മുൻഗാമികൾ ചിന്തിച്ചും പഠിച്ചും രൂപീകരിക്കപ്പെട്ടവയാണ്. അവ തെറ്റാണെന്നാണോ മിസ്റ്റർ ജോസഫ് കരുതുന്നത്? ഒരിക്കലുമല്ല മിലോഡ്. കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാകണമെന്നാണ് ഞാൻ കരുതുന്നത്. കാലമാണ് ഏറ്റവും വലിയ വിധികർത്താവ്. പ്രപഞ്ചത്തിലെ പരമാണു പോലും നിമിഷം പ്രതി പരിണാമത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുമ്പോൾ ആ പരിണാമം ശിക്ഷാവിധികളിലും പ്രതിഫലിക്കണമെന്ന് ഞാൻ പറയുന്നു. വിധിവചനങ്ങൾ കുറ്റം ചെയ്യാൻ തുനിയുന്നവന്റെ മനസ്സിൽ മാറ്റൊലിക്കൊണ്ട് അവനെ അതിൽ നിന്നും പിന്തിരിയുവാൻ പ്രേരിപ്പിക്കുന്ന കാലഘട്ടത്തിന്റെ ശബ്ദമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. താങ്കളുടെ വാഗ്മിത്വത്തെ നിങ്ങൾ അനുമോദിക്കുന്നു മിസ്റ്റർ ജോസഫ്. പക്ഷേ കോടതിയുടെ മുന്നിൽ ഇപ്പോഴുള്ള കേസിന്മേൽ ഏത് രീതിയിലുള്ള നടപടിയെടുക്കണമെന്നാണ് താങ്കൾ ആവശ്യപ്പെടുന്നത്? ആവശ്യപ്പെടുകയല്ല മിലോഡ്, അപേക്ഷിക്കുകയാണ്. ലോറി ഡ്രൈവർ രഘുവിനെ നാം കൈകാര്യം ചെയ്യുന്ന നിയമസംഹിതകൾ അനുശാസിക്കും വിധം എങ്ങനെ ശിക്ഷിക്കണമെന്ന വ്യക്തമായ നീതിന്യായ ബോധം എനിക്കുണ്ട്. പക്ഷെ അതുകൊണ്ട് അയാൾക്കോ മരിച്ചുപോയ ആ കർഷകന്റെ കുടുംബത്തിനോ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ശിക്ഷിക്കാതെ അയാളെ വെറുതെ വിട്ടയക്കണമെന്നാണോ മിസ് ജോസ് പറഞ്ഞു വരുന്നത്? കുറ്റവാളിയെ വെറുതെ വിട്ടയക്കണമെന്ന് ഞാൻ ഒരിക്കലും മിലോഡ്. രഘു എന്ന ലോറി ഡ്രൈവർ ചെയ്തത് ഒരു കുറ്റമല്ല, വെറും ഒരു തെറ്റ് മാത്രമാണ്. തെറ്റുകൾ തിരുത്തപ്പെടുകയല്ലേ ചെയ്യുന്നത്? അയാൾ ശിക്ഷിക്കുന്നത് കൊണ്ട് അയാളുടെ തെറ്റുകൾ തിരുത്തപ്പെടുന്നത് എങ്ങനെ? അയാളെ തിരുത്താൻ കഴിയുകയും അതോടൊപ്പം അനാഥമായ കർഷക കുടുംബത്തിന് പ്രയോജനം കിട്ടുകയും ചെയ്യുന്ന ഒരു വിധി പ്രസ്താവിക്കാനുള്ള അനുവാദത്തിന് വേണ്ടിയാണ് ഞാൻ അപേക്ഷിക്കുന്നത്. ഒരു പരീക്ഷണം നടത്താനാണോ താങ്കൾ ഉദ്ദേശിക്കുന്നത് മിസ്റ്റർ ജോസഫ്? അതേ മിലോഡ്, എന്റെ പരീക്ഷണം വിജയിക്കുമെന്ന് എന്റെ നീതിന്യായ ബോധം എന്നെ പ്രതീക്ഷിക്കുന്നു. മിസ്റ്റർ ജോസഫ്, താങ്കളുടെ നീതിന്യായ ബോധത്തിൽ നിങ്ങൾ കുറച്ച് വിശ്വാസമുണ്ട്. താങ്കളുടെ അപേക്ഷ ഞങ്ങൾ സ്വീകരിച്ചു. താങ്ക് യു മിലോഡ്. ഇത്രയും തെളിവുകളുടെ വെളിച്ചത്തിൽ പ്രതിയുടെ അശ്രദ്ധ മൂലമാണ് നിരപരാധിയായ ഒരു മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടതെന്ന് കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു. അതിനാൽ പ്രതിയെ 2 വർഷത്തെ കഠിന തടവിന് ഈ കോടതി വിധിക്കുന്നു. ഈ ശിക്ഷാവിധി തീരുന്നതുവരെ പ്രതിയെ ജയിലിൽ താമസിപ്പിക്കുന്നതല്ല, മരിച്ചുപോയ ദാമു എന്ന കർഷകന്റെ വീട്ടിൽ ഈ കാലയളവ് കഴിച്ചുകൂട്ടേണ്ടതാണ്. മരിച്ചുപോയ ദാമുവിന്റെ കുടുംബാംഗങ്ങളെ അയാൾക്ക് പകരം സംരക്ഷിക്കേണ്ട ചുമതല 2 വർഷത്തേക്ക് പ്രതിയുടേതായിരിക്കും. എന്നെ ഇങ്ങനെ ശിക്ഷിക്കരുത്. എന്നെ ജയിലിൽ അയച്ചാൽ മതി. ദയവായി എന്നെ ആ കുടുംബത്തേക്ക് അയക്കരുത്. Excuse me, Your Honor. Is the judgment within the protection of criminal court? I understand your point, Mr. Prosecutor. I understand. പക്ഷേ ഇപ്പോൾ പ്രസ്താവിച്ച ഈ വിധി നടപ്പാക്കാനാണ് ഈ കോടതി തീരുമാനിച്ചിട്ടുള്ളത്. ഇതാണ് നീ ഇനി ജീവിക്കേണ്ട ഗ്രാമം. നടന്നോ ഇതും പറയാനുണ്ട്. ഇങ്ങോട്ട് വാ. ഇനി ഇതാണ് നിന്റെ ജയിൽ. കാണുന്നില്ലേ ഒരു കുന്ന്? അത് ഒരു അതിർ, അവിടെ നീ കാലുത്താൻ പാടില്ല. അപ്പുറത്ത് കാണുന്നില്ലേ ഒരു തെങ്ങും തോപ്പ്? അത് വേറൊരു, അവിടെ നീ കാലുത്താൻ പാടില്ല. അവിടെ നോക്കൊരു പുഴ, അത് മറ്റൊരു, അവിടെ നീ കാലുത്താൻ പാടില്ല. നോക്കില്ല പാലം, ആ പാലത്തിനപ്പുറത്ത് എവിടെ വേണമെങ്കിലും ചുറ്റിത്തിരിഞ്ഞങ്ങ് നടന്നോ. പക്ഷേ ആ പാലത്തിന്റെ ഇപ്പുറത്തെങ്ങാനും 1 ഇഞ്ച് ഇങ്ങോട്ട് കിടന്നാൽ ഞാൻ നിന്റെ നെക്കിന് പിടിച്ച് അങ്ങോട്ട് തള്ളും. മനസ്സിലായോ? സൈസ് ഇതാണെന്ന് വിചാരിക്കണ്ട. നീയല്ല, നിന്നെ പോലെ 10 പേര് വന്നാലും ഞാൻ കൺട്രോൾ ചെയ്യും. കണ്ടപ്പോഴേ എനിക്ക് തോന്നുന്നുണ്ട. നടന്നോ. എന്താണ് നോക്കി നിൽക്കുന്നത്? അടിച്ചവന്റെ എല്ല് ഓടിക്കാം. ആർക്കാടാ എന്റെ എല്ല് തല്ലി ഓടിക്കേണ്ടത്? തന്തയ്ക്ക് പറഞ്ഞവരുടെ വഴിയടാ പട്ടികളെ.
അവന്റെ എല്ലടിക്കാൻ വേറെ ആൾക്കാരുണ്ട്. വലിയ ആവശ്യമുണ്ടോ അവന്മാർക്ക്? എനിക്ക് ദേഷ്യം വന്നേ. എന്നിട്ട് ഞാൻ ഓടിക്കാം. നിന്റെ മുക്കൊലിച്ചറി. നീ എപ്പോഴെങ്കിലും ബഹളങ്ങളൊന്നും വയ്ക്കരുത്. എല്ലാ സമയത്തും ഞാൻ നിന്നെ രക്ഷപ്പെടുത്താൻ ഉണ്ടായെന്ന് വരില്ല. എനിക്കങ്ങനെ രക്ഷപ്പെടണമെന്നില്ല. കേടാ, നിന്റെ രക്ഷയാണ് എന്റെ രക്ഷ. ഇല്ലെങ്കിലേ സർക്കാരിന്റെ തൊപ്പിയെടുത്തോളം കൂടി പോകും. ആഹാ വാ വാ വാ, ഞാനേറ്റ്. ആഹാ ഗോവിന്ദേട്ടാ, കോടതിയുടെ ഉത്തരവുപ്രകാരം കുറ്റവാളിയെ ഈ വീട്ടിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി 2 വർഷത്തേക്ക് ഈ വീടാണ് നിന്റെ ജയിൽ. നീ എന്റെ മകനെ കൊന്നു. മഹാഭാവി, നീ നരകത്ത് പോയി വീഴോളാ. എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഒരു ജയിൽ പുള്ളിയെ തല്ലാൻ അധികാരം നിങ്ങൾക്കില്ല. ഗവൺമെന്റ് അറിഞ്ഞാൽ നിങ്ങളെ ഏതെങ്കിലും ജയിലിൽ പിടിച്ച് അടയ്ക്കും. എന്റെ മകനെ കൊന്നവന് എന്റെ വീട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നു. നിങ്ങൾക്ക് മറ്റൊരിടവും കിട്ടിയില്ല. ഇത് കോടതിയുടെ ഉത്തരവല്ലേ, ഞാൻ എന്ത് ചെയ്യും? ഒരു അച്ഛന്റെ ദുഃഖമാണ്. എനിക്ക് വയസ്സനായി പോയില്ലേ? അല്ലെങ്കിൽ നീ എന്ത് ചെയ്യുമേടാ? ഞങ്ങൾ നാട് കടത്തും. ഞങ്ങളുടെ കുടുംബം നശിപ്പിച്ച മഹാഭാവി, നിന്റെയും കുടുംബം ഇതുപോലെ നശിക്കുമെടാ. അതിന് എനിക്ക് വേറെ കുടുംബം ഉണ്ടായിട്ട് വേണ്ടേ? തെറ്റ അമ്മയല്ലേ, എന്നിട്ട് പറഞ്ഞു പോയതാ. ആ, എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. നീ ഇനി ഇവിടുന്ന് പോകാതിരിക്കേണ്ട പണിയാ ഞാൻ നോക്കേണ്ടത്. അതിനാരാണ് വിളയേറ്റ്. നാശം പിടിക്കും. കഴിവിലേറ്റിയാൽ ഇത്രയും വിഷമമില്ലായിരുന്നു. അച്ഛനെ കാണാൻ വന്നതാ? അയ്യോ, ഇതെന്താ ചോര? ഞാൻ മണ്ണെത്തുന്നില്ല. ഇവിടെ അമ്മേ, ആ മാമൻ ആരാ അമ്മേ? അവനാണ് നമ്മുടെ കുടുംബത്തെ നശിപ്പിച്ച കാലൻ. ഓഹോ, കാലൻ മാമനല്ലേ? ശരി, മരുന്നെടുത്തതാമേ. ഇവിടെ മരുന്നുമില്ല, മന്ത്രവുമില്ല. വിടാരി അമ്മേ, വിശക്കുന്നമ്മേ. കഞ്ഞി തരാം. എനിക്ക് കഞ്ഞി വേണ്ട. ഇന്നലെ അമ്മ എന്നെ പറ്റിച്ചില്ലേ? എനിക്ക് ചോറ് തന്നെ വേണം. ഇതുങ്ങൾക്ക് ഒരു നേരമെങ്കിലും വയർ നിറച്ച് ചോറ് കൊടുക്കാൻ ഞാൻ എന്ത് ചെയ്യും ദൈവമേ? മോനെ, രാത്രി അമ്മ നിനക്ക് ചോറ് തരാം. ഇപ്പം മോനെ കഞ്ഞി കുടിക്കൂ. വേണ്ട, ഇന്നലെ ചോറ് തരാൻ തന്നെ പറ്റിച്ചില്ലേ? മോനെ, വൈകുന്നേരം ഞാൻ ചോറ് തരാം. ഇപ്പോൾ കഞ്ഞി കുടിക്കും. സത്യം? സത്യം.